Good morning, sir. Morning. This is my apple. Once again, good morning, sir. ഞാൻ ജോയിൻ ചെയ്യാണ് എൻ്റെ പേപ്പേഴ്സ് ഒക്കെ. നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം കൊണ്ടുവന്നത് നമ്മുടെ ശ്രമം കൊണ്ടാ. സാറിന്റെ ശ്രമം കൊണ്ടാ. ആ കലക്കണം. കലക്കണമെങ്കിൽ പിരിക്കണം. അല്ല പിരിക്കാം, പക്ഷെ ഒരു പാർട്ടി ഒന്ന് കണ്ണടക്കണം. പകൻ അഡ്മിനിസ്ട്രേഷൻ. സാറേ, ഈ കടലാസ് എവിടെയാ കൊടുക്കണ്ടേ? ഇതാ ശോശാമയുടെ സെക്ഷനിലെ അവരവധിയില്ല, പ്രസവാവധി. അയ്യോ, എന്റെ കിടപ്പാടത്തിന്റെ കാര്യ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരൂ, ഗംഗാരേട്ടൻ വരട്ടെ. പുറത്ത് നിന്നാ മതി. എപ്പോഴാ പ്രസവം? സാർ ചായ ഇപ്പൊ കൊണ്ടുവരാം. ഓ സാറന്മാരെ, വക്കാലത്ത് നാരായണൻകുട്ടി സാറ് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ? നല്ല ഉഗ്ര മുളക് വെച്ച് പറയട്ടോ. വക്കാലത്തിന്റെ പേരിലെ മുളക് ആവുമ്പോ എരിവുശാലം കൂടും. അതെയോ? ആ ശരി, വൈകിട്ട് കാണാം. ആ പോടാ കള്ള. ദേ തമാശ കുറെ കൂടുന്നുണ്ട് കേട്ടോ. ഓ ശരി ശരി. ആ അതെ. അയ്യോ എനിക്ക് വയ്യ. ഓ ശരി ശരി. കറക്റ്റ് 12:15, 12:15. ഈ കാര്യസുന്ദരി വളരെ പഞ്ചല. സാറ് ഊണ് കഴിക്കുന്നില്ലേ? 1 മണിക്കല്ലേ ലഞ്ച് ബ്രേക്ക്? യെസ്, വിളിച്ചോ? ഓ സാറേ, എന്റെ കിടപ്പാടം ഒന്ന് തല ചാക്കി ഇടല്ലേ സാറേ? സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഒരു പന്തലും കെട്ടി കിടന്നാ മതി, അവിടെ കുറെ പേരുണ്ടല്ലോ. സാർ സാർ, ഇതൊരു ശല്യമായി തീർന്നല്ലോ. ഒന്ന് ഒപ്പിട്ട് കിട്ടിയാ മതി സാർ. സമയമാവുമ്പോ ഒപ്പിട്ട് തരും. അതെനിക്കറിയാം സാർ. സമയമാവുമ്പോ സ്ഥലം പതിച്ചേരടിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നില്ലെങ്കിലും ഈ കിളവിക്ക് 6 അടി മണ്ണ് അവകാശപ്പെട്ടതാ. ഭീഷണി ഭീഷണി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആത്മഹത്യാശ്രമത്തിന് കേസ് ചാർജ് ചെയ്യാം, പിടിച്ച് ജയിലിലിടാം. അല്ലേ വക്കാലത്തെ? ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സകല പരാതിക്കാരുടെ നേരെ കേസ് ചാർജ് ചെയ്യേണ്ടി വരും, അല്ലേ സാറേ? അണ്ണാ, ആദ്യം ജിലി ബജ്ജി, പിന്നെ ചായ. സോമേട്ടന്റെ സീനിയോറിറ്റി കേസിന്റെ വിധി പറഞ്ഞല്ലോ. ഇനി സോമേട്ടൻ സീനിയറാ. സെന്തിൽകുമാറിന്റെ റിവേഴ്സിൻ ഉറപ്പാ. ഇനി ആപ്പീസ് വരാൻ നല്ല രസമായിരിക്കും. കീരി പാമ്പും തമ്മിലുള്ള സ്റ്റണ്ട് കാണാം. സാറ് കൂടി ഒരെണ്ണം എടുക്കണം. സർക്കാരിനെ സേവിക്കുന്നവരെ ആദ്യം സേവിക്കട്ടെ. ആ സ്വാഗത സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. 2 റൗണ്ട് കളിച്ചിട്ടുള്ള മീറ്റിംഗ് എല്ലാം മതി. അത് ശരിയാ.
പാടാണ്. ഞാനും ഇറങ്ങുക. നേരത്തെ പോയില്ലെങ്കിൽ ലിമിറ്റഡ് കിട്ടുകയില്ല. അതാ. നാളെ കാണാം. ഓ സാറ് പോണില്ലേ? 5 മണി വരെയല്ലേ ഓഫീസ് ടൈം. പിന്നെ എന്താ പേര്? കൃഷ്ണമ്മ. ഒക്കെ ശരിയാവും കേട്ടോ. എവിടുന്ന് ശരിയാവാനാ? ശോശാമയുടെ പ്രസവം, ജെയിംസിന്റെ വീട് പണി, ഗംഗാധരന്റെ സീരിയല്, ഇതൊക്കെ കഴിഞ്ഞ് എന്റെ കടലാസ് മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ എത്തുമ്പോഴേക്കും ഞാൻ അങ്ങ് മേലോട്ട് എത്തിയിരിക്കും സാറേ. ഹേയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തോളൂ. ആ. ഫയലൊക്കെ ഒന്ന് നോക്കട്ടെ. ആ പേപ്പർ കണ്ടു തരും. കാര്യം ശരിയായാലേ ഞാൻ സാറിനെ വന്നൊന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും കൈക്കൂലി ഇപ്പോഴെന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ. ഹലോ, മുഖ്യമന്ത്രിയല്ലേ? അതെ, മുഖ്യമന്ത്രിയാ. ആ പേര് പറ, പേര് പറ. എന്റെ പേര് നാരായണൻകുട്ടി. ആ, എന്താ കുട്ടി? ഏടുന്നാ? തിരുവനന്തപുരത്ത്. ലോക്കലാ? ആ, എന്താ പരാതി? എന്റെ സ്വന്തം കാര്യമല്ല സാർ. ആ. ശാലയിൽ താമസിച്ചിരുന്ന കൃഷ്ണമാൾ എന്ന് പറഞ്ഞൊരു വിധവ കഴിഞ്ഞ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയില്ലേ സാറേ? അപ്പോ ഗവൺമെന്റിൽ നിന്ന് ലാൻഡ് അക്യൂർ ചെയ്തപ്പോ അവരുടെ കിടപ്പാടം പോയി. പകരം ഗവൺമെന്റിൽ നിന്ന് സ്ഥലം കൊടുക്കുന്നൊക്കെ പറഞ്ഞൊരു സർക്കുലർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോഴും ചുവപ്പ് നാടെ കുടുങ്ങി കിടക്കുക. ലാൽ സലാം. ആ, ഇപ്പൊ എന്താണ് പൊസിഷൻ? സാങ്ഷൻ പേപ്പർ ക്ലാർക്ക് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി സാർ. ബാക്കിയൊക്കെ ഓക്കെയാ. ആ, പിന്നെന്താണോ ഓൻ വെരിഫൈ ചെയ്യാത്തത്? അതാണ് പരാതി സാർ. റൈറ്റ്. ആ, കൃത്യവിലോപ. അതെ അതെ. ആ, കൃഷ്ണമാളോട് ഒരു പരാതി എഴുതി കൊടുക്കാൻ പറ. ശരി സാർ. സാറേ, പിന്നെ ഈ സർക്കാർ ഓഫീസിലെ ആ. സ്റ്റാഫുകളൊന്നും കൃത്യസമയത്ത് വരുന്നില്ല സാർ. ആ, ഓ. വന്നാൽ തന്നെ അവര് സമയത്തിന് മുമ്പ് തിരിച്ചു പോവാ. ആ, കൃത്യമായിട്ട് എങ്ങനെ പറയുന്നു? സാറേ, ഞാനിപ്പോ സെക്രട്ടേറിയറ്റില്ല, ഡെപ്യൂട്ടേഷനില്ല. ആ, ഇതാരപ്പ ഞാനറിയാതെ സെക്രട്ടേറിയറ്റിൽ ഒരു നാരായണൻകുട്ടി. ആ, എന്താ? ആ, നമ്മടെ വക്കാലത്ത് നാരായണൻകുട്ടിയാ. അതെ സാർ, ലാൽ സലാം. നിന്നെ നമുക്ക് ശരിക്കും അറിയാപ്പാ. ഓനറിയാത്ത ഏത് മന്ത്രി ഇവിടെ ഉള്ള? നമ്മടെ ശശീന്ദ്രക്കുറുപ്പിനെ കസേരന്ന് തള്ളിയിട്ടോനല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ആ, സാർ. പിന്നെ കൃഷ്ണമാള് കാര്യത്തിൽ ഈ ഒന്ന് ഇടപെടും. ഓ സ്പീഡാക്ക്. ഓ ഞാനും നോക്കാം. ശരി സാർ, ലാൽ സലാം. ലാൽ സലാം. ആ, ഇല്ലെങ്കിൽ ഓൻ നമ്മളെ കോടതി കേട്ടു. ആ, അല്ല, ഈ നാട്ടിൽ ഇങ്ങനെയും ചിലരൊക്കെ വേണപ്പാ. ഓൻ നമ്മുടെ ആളാ. സാർ, നമ്മുടെ വക്കാലത്ത് നാരായണൻകുട്ടി ടിവിയില്. അക്കാലത്ത് നാരായണൻകുട്ടി ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. എല്ലാം ശരിയായി അല്ലേ? ആ, ഒക്കെ ശരിയായി. കിടപ്പാട അനുവദിച്ചു കിട്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് വന്ന് നോക്കിയതല്ലേ. ഒരു വക്കാലത്ത് നാരായണൻകുട്ടിയാ മന്ത്രിയെ കൊണ്ടായി ചെയ്യിപ്പിച്ചത്. സാറേ, എനിക്ക് ആ കുട്ടിയൊന്ന് നേരിട്ട് കാണണം. സാറിന് ആളെ അറിയാവോ? ഞാനും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല.